പാപം നടന്നു തീർത്തൊരേ പാദം തിളങ്ങു നിന്നിനീ പരിപാലകന്റെ സൈരി പരിഹാരമൊന്നു താനിനി പൊന്നാരമേ നബി പൊൻതാരമേ പാപിയെത്തുമ്പോൾ പെയ്തിടണേ പാപമേരുളെല്ലാം നീക്കിടണേ. എത്രയോ ആബിദീങ്ങൾ പരിശുദ്ധ മദീനത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ പാപക്കറകളെ മസ്ജിദ് നബവിയുടെ തിരുമുമ്പിൽ ഇറക്കി വെച്ച് തൗബ കൊണ്ട് കഴുകി വെളുപ്പിക്കുന്നു. തൗബ സ്വീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇഷ്കിന്റെ കൊട്ടാരത്തിന്റെ സമുച്ചയത്തിന്റെ തിരുമുമ്പിൽ. അൽഹംദുലില്ലാഹ്, അള്ളാഹു അതിനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് തരട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്ന പ്രകാശമുള്ള ഹൃദയത്തോടെ മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നൽകട്ടെ. അപ്പൊ ഈ തെറ്റുപറ്റിപ്പോയ മനുഷ്യൻ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? തൗബ. തൂബൂ ഇലല്ലാഹി ജമിയ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിജയിക്കണമെങ്കിൽ നിങ്ങൾ തൗബ ചെയ്യണം. കുറെ കാലത്തിന് ശേഷം ഒരു ഹറാം ചെയ്തു, പിന്നെ ഈ മനുഷ്യൻ മുസല്ലയിലിരിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയോടുകയാണ്, കരയുകയാണ്, കണ്ണീരൊഴുക്കുകയാണ്. ങ്ങളിലെല്ലാം കരഞ്ഞു കരഞ്ഞൊരു സഞ്ചയം തോളത്തു തൂക്കിയിട്ട് മഹാന്മാര് യാത്രകളിലൂടെ വനാന്തരങ്ങളിലൂടെ മരുഭൂമികളിലൂടെ ബന്ധങ്ങളില്ലാതെ സ്നേഹമില്ലാതെ ബന്ധനങ്ങളില്ലാതെ യാത്ര ചെയ്ത് നടന്ന് തന്റെ കയ്യിൽ വഴിയോരങ്ങളിൽ കഴിക്കാൻ വെച്ചിരുന്ന ആഹാരത്തിന്റെ റൊട്ടി കഷണം പോലും അവസാനിച്ചു പോയി. ഇനി ആകെയുള്ള ഒരേ ഒരു റൊട്ടിയുടെ കഷണം മാത്രമാണ്. ആ മഹാനായ സൂഫിയായ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. അല്ലാഹുവേ, ആഹാരം കഴിക്കാതെ യാത്രക്കിടയിൽ ഞാൻ മരണപ്പെട്ടു പോയാലും എനിക്ക് നീ പുറത്തു തന്നു എന്ന് ഉറപ്പ് തന്നാ മതിയല്ലാ. എന്റെ പാപങ്ങളെല്ലാം നീ പുറത്താൽ മതി അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടെ യാത്ര ചെയ്യുമ്പോ രണ്ട് കണ്ണിനും കാഴ്ച നഷ്ടപ്പെട്ടു പോയ അന്ധനായ ഒരു മനുഷ്യൻ വഴിയിലിരുന്ന് കരയുകയാണ്. ആ അന്ധനായ മനുഷ്യന്റെ സങ്കടവും നൊമ്പരവും വിശപ്പടക്കാനൊന്നും ഇല്ലാത്തതാണ്. കാഴ്ചയില്ലാത്തവരാകുമ്പോൾ അവർക്ക് എവിടെ നിന്നാണ് പണമുണ്ടാകുക? കാരുണ്യപ്രവർത്തകരും സ്നേഹിതന്മാരും ഹൃദയത്തിൽ നന്മയുള്ളവരും കൊണ്ട് കൊടുക്കുന്നതല്ലാതെ ഒന്നും അവരുടെ കൈവശമില്ലല്ലോ. വഴിയോരത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരയുന്ന തേങ്ങിക്കരയുന്ന വിഷം തൊട്ടിയ വയറുമായി കഴിയുന്ന ആ പാവപ്പെട്ടവനെ നോക്കിയിട്ട് ഈ സൂഫിയായ മനുഷ്യൻ തന്റെ സഞ്ചിയിൽ ആകെ ഉണ്ടായിരുന്ന എത്ര ദിവസത്തോളം യാത്ര ചെയ്താലും കഴിക്കാൻ ഇതല്ലാതെ വേറൊന്നുമില്ല. അല്ലാഹ് ചെയ്തുപോയ ഒരു തെറ്റിന്റെ പേരിൽ നാടും വീടും വിട്ടിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തം വേണം. ഇത്രയും കാലം ചെയ്ത ഇബാദത്ത് എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഇബ്ലീസിന്റെ കെണിവലയിൽ അറിയാതെ വീണുപോയതാണ്. നന്മ കൊണ്ട് ഏറ്റവും വലിയ പർവ്വത സമാനമായ പ്രതിഫലം കെട്ടിപ്പൊക്കി വെക്കുമ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതെല്ലാം തകർന്നടിഞ്ഞ് തിന്മയുടെ തീനാളങ്ങളായി മാറിപ്പോയി. അല്ലാഹ് അതുകൊണ്ട് പൊറുക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു പോകുമ്പോ ആ സന്ധിക്കകത്ത് കിടക്കുന്ന ആകെയുള്ള ഒരേ ഒരു റൊട്ടി കഷണമെടുത്ത് അന്ധനായ മനുഷ്യന് കൊടുക്കുമ്പോ ആ യാത്രയിൽ മരണപ്പെടുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാണ് സ്വീകരിക്കുന്നതത്രേ. ആ യാത്രയിൽ മരണപ്പെട്ടു പോയ മനുഷ്യന് സ്വർഗത്തിന്റെ സുന്ദര കാഴ്ചകൾ കാണിച്ചുകൊണ്ടാണ് അല്ലാഹു പരലോകത്തേക്ക് കൊണ്ടുപോകുന്നതത്രേ. എന്തുകൊണ്ടാണ് കാരണമെന്നറിയോ? അയാൾ ചെയ്ത ഒരു നന്മ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ച പാപക്കറകളെ മായ്ച്ചു കളയാൻ ഏറ്റവും ഉതകുന്ന നന്മയായിരുന്നതുകൊണ്ട് ആ തിന്മകളെ മുഴുവനും കടത്തിവെട്ടാൻ ആ പ്രിയപ്പെട്ട മനുഷ്യൻ ചെയ്ത നന്മക്ക് സാധ്യമായിട്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ നന്മയുടെ വക്താക്കളായി നമ്മൾ മാറണം.